ഹായ് ഫ്രണ്ട്സ്, പുതിയതായിട്ട് ഗെയിമിൽ ഒരു ഈവന്റ് വന്നില്ലേ, ഒരു വി ബാഡ്സിന്റെ ഒരു ഈവന്റ്. മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ എന്തോ 60 കില്ലെങ്ങാണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ അതിനായിട്ട് നമ്മൾ BR മാച്ച് കളിക്കാൻ പോവാ കേട്ടോ. അപ്പോൾ എന്താക്കുക, കില്ല് നല്ല രീതിക്ക് തന്നെ വാരിക്കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്, അല്ല റാങ്ക് പുഷ് അല്ല. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഫസ്റ്റ് മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളിൽ എത്ര പേര് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്തതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് മാച്ചിൽ ഇറങ്ങിയത് ഈ ഒരു സ്ഥലത്താണ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ കൂടെ എനിമീസ് ഒന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനിട്ടിരിക്കുന്ന ഈ ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ നല്ലൊരു സ്കിൽ കോമ്പിനേഷൻ ആട്ടോ. ആർക്കെങ്കിലും വേണേ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ കേട്ടോ. നമുക്ക് ആദ്യം തന്നെ കിട്ടിയത് AK ആണ് കേട്ടോ. AK മിനി യൂസ് കേട്ടോ കിട്ടിയത്. നമ്മളിവിടുന്ന് നൈസായിട്ട് ലൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് ഇനി ഫൈറ്റ് അടിക്കാൻ പോകുന്നുള്ളു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എനിമിയുടെ അങ്ങോട്ട് കയറി ചെല്ലുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ കാണുന്ന ഒരു പിക്കപ്പ് കിട്ടിയിട്ടോ. നമ്മൾ പിന്നെ അതെടുത്ത് നൈസായിട്ട് പോവുകയാണ്. വഴിയിലുള്ള ലൂട്ടും കാര്യങ്ങളൊക്കെ അടിച്ച് നൈസായിട്ട് പോവാണ്. അപ്പോൾ വഴിയിൽ വല്ലോ എനിമീസിനെ കണ്ടാലും നമുക്ക് ഇടിച്ചിട്ട് നൈസായിട്ട് MP40 ഡ്രാഗ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇവിടുന്നാണെങ്കിൽ നമുക്ക് നൈസായിട്ട് കോയിനും കാര്യങ്ങളൊക്കെ എടുത്ത്, പിന്നെ ഇപ്പോഴും നമുക്ക് ലെവൽ 1 ബാഗ് ആട്ടോ. ലെവൽ 2 ബാഗ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇച്ചിരി ക്ഷാമം ഉണ്ടെന്ന് തോന്നുന്നു, ലെവൽ 2 ബാഗിനെ ഇച്ചിരി ക്ഷാമം ഉണ്ടെന്ന് തോന്നുന്നു. ഇതുവരെ കിട്ടുന്നില്ല ലെവൽ 2 ബാഗ്. അപ്പോൾ വീണ്ടും നമ്മൾ പിക്കപ്പ് എടുത്ത് നമ്മൾ നൈസായിട്ട് പോവാണ്. അപ്പോൾ ഇവിടെയൊക്കെ എനിമി ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താക്കുക, നമുക്ക് ലൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഏതായാലും നമ്മൾ ഫൈറ്റ് അടിക്കാൻ പോകുന്നുള്ളൂ. ഏതായാലും ഇങ്ങോട്ട് ഫയർ ചെയ്താൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് പൊളിച്ചു കൊടുക്കത്തുള്ളൂ. നമ്മുടെ കയ്യിൽ ഏതായാലും MP40 അല്ലേ ഇരിക്കുന്ന. എനിമീനെ കാണുമ്പോൾ തന്നെ നമുക്ക് തല അങ്ങോട്ട് പൊളിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ SKSും പിന്നെ MP40 കേട്ടോ കോംബോ ആയിട്ടോ ഇരിക്കുന്ന. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ എനിമി കാണാൻ സാധ്യത. ഇവിടേക്ക് ഓടിക്കളിക്കുക, എനിമിക്ക് ഓടിക്കളിയുന്നതാണ് നൈസാ. അപ്പോൾ ഇടിച്ചിട്ടാൽ മതി, എനിമീനെയൊക്കെ ഇടിച്ചിട്ടാൽ മതി. അപ്പോൾ എന്താക്കുക, ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴാണ് ഇവിടെ ഒരു എനിമി ഗ്ലൂ ആൾട്ട് ഇപ്പോൾ ഉണ്ടായത്. നമ്മൾ MP40 നൈസായിട്ട് അവൻ്റെ തലയൊക്കെയോളം കൊടുത്ത് അവനങ്ങോട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കില്ല് അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു മൈനും കൂടെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പിക്കപ്പ് എടുത്ത് നേരെ അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഹിറ്റ് ലിസ്റ്റ് എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴേക്കും നമ്മൾ മൈൻ വെച്ചില്ലായിരുന്നു അവിടെ. മൈൻ വെച്ചിട്ട് അവിടെ കില്ല് കിട്ടി കേട്ടോ. എങ്ങനെയോ കിട്ടി, ഏതൊരു പൊട്ടം വന്നിരുന്നതാണ് അവിടെ. അങ്ങനെ നമുക്ക് ആ മൈൻ വെച്ച് അവിടെ നിന്ന് അങ്ങനെ കില്ല് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഒരു മൂക്കും അനങ്ങാതെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അവനെ നമ്മൾ പെട്ടെന്ന് കുത്തിപ്പിടിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ പൊട്ടരാന്ന് തോന്നുന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഈസി ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ നിന്ന് നല്ലൊരു ലൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളൊരു ഹിറ്റ് ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവൻ്റെ നിന്ന് ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് നൈസായിട്ട് സെറ്റായിട്ട് ഇരിക്കുവാണ്. പിന്നെ എന്താക്കുക, കുറച്ച് ഡാമേജ് അവൻ തന്നായിരുന്നു, അത് ഹീൽ അടിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മളെ ഹീൽ ലിസ്റ്റ് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവൻ്റെ നല്ല ലൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെസ്റ്റ് മാത്രം വെച്ചിട്ട് പോസ്റ്റ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഹിൽ ലിസ്റ്റ് ആണെങ്കിൽ നമ്മുടെ അകന്ന് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ എന്താക്കുക, നമുക്ക് ഏതായാലും ഹിൽ ലിസ്റ്റ് എടുക്കണം. നമുക്ക് കില്ലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വാരിക്കൂട്ടേണ്ടതാണ്. ഇപ്പം നമുക്ക് ഏതായാലും 3 കില്ലായിട്ടുണ്ട് കേട്ടോ. ഈ കളി പറ്റുന്നത്ര കില്ല് എടുക്കണം. ഏതായാലും നമ്മളേതായാലും ഹിൽ ലിസ്റ്റിനെ തിരക്കി അങ്ങോട്ട് പോവാണ്. ഹിൽ ലിസ്റ്റ് ഏതായാലും ആ ഒരു വലിയ വീടില്ലേ, അതിൻ്റെ ആ ഒരു പരിസരത്തുമല്ലോ കാണും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഹിൽ ലിസ്റ്റ് ഇട്ടാൽ മതി. ഇങ്ങനെ ഈ മിഷൻസൊക്കെ കംപ്ലീറ്റ് ആക്കാൻ ഇറങ്ങുന്നവന്മാർ ഇങ്ങനെ ഹിൽ ലിസ്റ്റ് ഇട്ടാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് പിന്നെ മാച്ച് ശ്രദ്ധിച്ച് കളിച്ചാൽ മതി. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ കാണിക്കുന്ന ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ നമ്മൾ ഈ ചുറ്റണം, അവൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കണം. ഇപ്പോൾ ഏതായാലും അവനെ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാടി ഇറങ്ങി അവൻ്റെ തല അങ്ങോട്ട് പൊക്കി അടിച്ചങ്ങോട്ട് പൊളിക്കണം. അങ്ങനെ നമ്മൾ ഇല്ലീസും കൂടെ കംപ്ലീറ്റ് ചെയ്ത് 4 കില്ലായിട്ടുണ്ട് ടോട്ടല്. ഇവൻ്റെ ആണെങ്കിൽ നല്ല ഇഷ്ടം പോലെ തന്നെ ലൂട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് തന്നെ ലൂട്ടുണ്ടായിരുന്നു. MP5 ലെവൽ 3 ഒക്കെ ആയിരുന്നില്ല. അവനിപ്പോൾ ഞാൻ സാവകാശം കൊടുത്തില്ലല്ലോ, MP40 കൊണ്ട് ഡ്രാഗ് ചെയ്ത് അങ്ങോട്ട് ഹെഡ്ഷോട്ട് അടിച്ചിട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കളിച്ചാൽ മതി. പിന്നെ നിങ്ങൾ ഈ വണ്ടിയിൽ മാക്സിമം ഈ വണ്ടി നടക്കാൻ നോക്കുക കേട്ടോ. വണ്ടിയിൽ ഈ കറങ്ങി നടന്നാൽ മതി. അപ്പോഴേക്കും തന്നെ സോണും കുറയും. ഈ റാങ്ക് പുഷ് ഇറങ്ങുന്നവരൊക്കെ മെയിനായിട്ട് നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് നടന്നാൽ മതി. അപ്പോഴേക്കും നമ്മളെ പീക്കിൻ്റെ അവിടെ നിന്ന് ഒരുത്തൻ്റെ ലിസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ നമ്മളെന്താക്കുക, നമ്മൾ അവനെ അടിക്കണോ വേണ്ടേന്ന് പറഞ്ഞാൽ പീക്കിൽ നിന്നായതുകൊണ്ട് അവൻ നല്ലൊരു പ്ലെയർ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവനെ അടിക്കണേ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ലാസ്റ്റ് നമ്മൾ അടിക്കാമെന്ന് തന്നെ വിചാരിച്ചല്ലോ. നമ്മൾ റാങ്ക് പുഷല്ലല്ലോ, കില്ലെടുക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ. ചാകട്ടെ എന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അപ്പോൾ അവനാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചാടി ഇറങ്ങി ആദ്യം കുറച്ച് ഡാമേജ് കൊടുക്കാൻ നോക്കി. അവൻ പെട്ടെന്ന് തന്നെ ഗ്ലൂ ഇട്ട് കിട്ടും. പിന്നെ നമ്മൾ നല്ലൊരു ഫൈറ്റ് തന്നെ അവനുമായിട്ട് നടത്തിയത്.
അവനാണെങ്കിൽ നമുക്ക് നമ്മൾ ഡാമേജ് വന്നായിരുന്നു. നമ്മൾ നല്ല രീതിക്ക് തന്നെ ഡാമേജ് അവനും കൊടുത്തു കേട്ടോ. പിന്നെ ഇവൻ കൺഫ്യൂഷൻ ആക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ M80 നമ്മളെ രണ്ടടി എടുത്ത് നമ്മളങ്ങോട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഓട്ടോ റിവ്യൂ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അവനാണെങ്കിൽ നല്ലൊരു പ്ലെയർ ആട്ടോ. 10 കില്ലുണ്ട് അവന് ഈ മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയതായിരിക്കും. മിക്കവാറും മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയതായിരിക്കും. റാങ്ക് പുഷിങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഇറങ്ങുന്നുണ്ടെന്ന്. ഇറങ്ങുന്നുണ്ട് എന്നല്ല, മെയിനായിട്ട് ഈ മിഷൻസ് കംപ്ലീറ്റ് ആയി ഇറങ്ങാൻ നോക്കും. അപ്പം മുകളിലൊരു ഫൈറ്റ് കിടന്നിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഡ്രോപ്പിൽ നിന്ന് ഒരു ഗ്രോസ കിട്ടിയിട്ടോ. ഇവിടെ ഫൈറ്റ് കഴിഞ്ഞുകൊണ്ട് നമ്മൾ കയറി ചെല്ലുവാണ്. അവിടെ ഇതൊക്കെ എടുക്കാമല്ലോ, ലൂട്ടിങ് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ ഇവന്മാരുടെ ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ പിക്കപ്പ് വന്ന് ഇറങ്ങിയത്. നമ്മൾ ഗ്രോസൊക്കെ ഒന്നും നോക്കിയില്ല, നല്ലൊരു ഹെഡ്ഷോട്ട് കൂടെ കൊടുത്ത് അവനെ അങ്ങോട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അവനാണ് നമുക്ക് FGLൊക്കെ തന്ന് ഡാമേജ് തരാൻ നോക്കിയതാണ്. പക്ഷെ നമ്മൾ സർപ്രൈസ് ആയിട്ട് അവനെ ഹെഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ പിക്കപ്പ് കിട്ടിയിട്ട് ചെറിയൊരു ആശ്വാസമുണ്ട്. ഇവൻ്റേതാണ് ലെവൽ 4 വെസ്റ്റും പിന്നെ സൈലൻസർ. ഇവൻ്റെ നല്ല രീതിക്ക് തന്നെ ലൂട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താക്കാ, ഇവൻ്റെ പിക്കപ്പ് എടുത്തോണ്ട് നമ്മൾ പോവാണ്. അവനെ ഫിനിഷ് ചെയ്തപ്പോഴേക്ക് നമുക്ക് ഈ പിക്കപ്പ് കിട്ടി. അത് നല്ല കാര്യമായി പോയി. ഇവിടെയാണെങ്കിൽ ആർസണൽ ഓർന്നിട്ടുണ്ട് ഒരുത്തൻ. അപ്പം അതൊന്നും കുഴപ്പമില്ല. ആർസണലല്ല, മറ്റേ ഇതില്ലേ സ്കാനർ പൊട്ടിച്ചായിരുന്നു ഒരുത്തൻ. അവനെ തപ്പി പോയിക്കൊണ്ടിരിക്കുവാണ്. അവനെ തപ്പി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവനിവിടെ ഈ കുനിഞ്ഞിരിപ്പുണ്ടായിരുന്നു. നമ്മൾ എന്തുവാ ഇത് ത്രോഗണാണ് എടുക്കാൻ നോക്കിയത്. പക്ഷേ നമ്മുടെ കൈ വന്നതാണെങ്കിൽ ഗ്രോസ് ആയിപ്പോയി. അതുകൊണ്ടാണ്, അല്ലെ അപ്പോൾ തന്നെ അവനെ ഫിനിഷ് ചെയ്യായിരുന്നു. നമ്മളവിടെ നല്ല ഡാമേജ് ഇട്ടുകൊണ്ട് വട്ടത്തിൽ ഗ്ലൂ ആയിട്ടിരിക്കുമായിരുന്നു. വീണ്ടും ത്രോഗണ്ട മറ്റേ ഗ്രനേഡാണ് വന്നത്. മറ്റേ സ്വിച്ച് ചെയ്യാൻ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ലായിരുന്നു. അവനാണെങ്കിൽ നമ്മളെ സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്തു കേട്ടോ. അങ്ങനെ ഈ മാച്ചിലാണെങ്കിൽ നമുക്ക് ആകെ കിട്ടിയതാണെങ്കിൽ 24+ വിത്ത് 5 കില്ലാട്ടോ. 5 കില്ല് കുഴപ്പമില്ല. നമ്മളാണെങ്കിൽ ഹീറോയ്ക്ക് 4 സ്റ്റാറാണ്, 24+ കിട്ടി. നമ്മളങ്ങനെ അടുത്ത കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ മാച്ചിലാണ് നെക്സറ മാപ്പായിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങിയതാണെങ്കിൽ ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. നമ്മുടെ ബോക്സിംഗ് ജിമ്മില്ലേ, അതിൻ്റെ ഒരു പരിസരത്ത് ഈ ഒരു വീട്ടിലാട്ടോ നമ്മൾ ഈ ഒരു മാച്ചിൽ നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കിട്ടിയത് ഒരു ത്രോഗണും പിന്നെ 60 AR കൂടെ കേട്ടോ. പിന്നെ നമുക്ക് കിട്ടിയത് ഒരു MB14 കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അറിയാതെ ഒന്ന് കൈതട്ടി ത്രോഗൺ കിട്ടിയപ്പോൾ ഒന്ന് ഫയർ പോയി. അപ്പോഴേക്ക് എനിമീസൊക്കെ മനസ്സിലാക്കിയാണ് ഞാനിവിടെ ഉണ്ടെന്ന്. ഇവിടെ ഒരു എനിമി ഉണ്ടെന്ന് അറിഞ്ഞാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് M60 കിട്ടിയിട്ടോ. M60യും MB14 ആണ് ഇപ്പോൾ കയ്യിലുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നൈസായിട്ട് ലൂട്ടും കാര്യങ്ങളൊക്കെ പിറക്കി സെറ്റാകാൻ നോക്കുവാണ്. നമുക്ക് ഇവിടുന്നാണ് നമുക്ക് പൊട്ടാസ് കിട്ടിയിട്ടോ. നമ്മുടെ മറ്റേ പൊട്ടാസ് കണ്ണില്ലേ, അത് കിട്ടിയിട്ടോ. അത് പിന്നെ വിഷയമാണ് ആ കണ്ണ്. അപ്പോൾ നമ്മൾ ഇവിടുന്നാണ് ഫയറിങ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ എനിമീനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെയാണ് ആ എനിമിയുടെ പൊടി പോലും കാണാനില്ലായിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വട്ടം നോക്കി, അവനെയൊന്നും കാണുന്നില്ല, ആ എനിമീനെ കാണുന്നില്ല. ലാസ്റ്റ് ആ എനിമി ഒരു വീടിൻ്റെ അവിടുന്ന് ഓടി വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അപ്പം ഫയർ ചെയ്യാൻ നിന്നില്ല. പിന്നെ നമ്മൾ സ്കോപ്പ് ചെയ്ത് തലക്ക് കൊടുക്കാതെ ഒരാഴ്ചയിരുന്നപ്പോഴാണ് നമ്മുടെ സൈഡിൽ നിന്ന് വേറൊരു എനിമി നമ്മൾ അടിക്കുന്നത്. അപ്പോൾ മനസ്സിലായി ഇവിടെ 2 എനിമീസ് മൊത്തം ഉണ്ടെന്ന്. നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു എനിമിയെ ആകെ ഉള്ളെന്നാണ് വിചാരിച്ചത്. ഇവിടെ അപ്പം മൊത്തം 2 എനിമീസ് ഉണ്ട്. നമ്മൾ ആദ്യം കണ്ട എനിമി ഓടുന്നുണ്ടായിരുന്നു. നമ്മൾ M60 ആദ്യം കുറച്ച് ഡാമേജ് കൊടുത്തു കേട്ടോ. FGL ഫയർ ചെയ്യാൻ പോയപ്പോഴാണ് അവൻ വീടിൻ്റെ ഭാഗത്തോട്ട് കയറിപ്പോയിട്ടോ. പിന്നെ നമ്മൾ രണ്ടാമത് അടിച്ച എനിമി ഇല്ലേ, ആ എനിമീനാണെങ്കിൽ കാണുന്നില്ല, എവിടുന്ന് അടിച്ചതെന്ന് കൂടെ മനസ്സിലാവുന്നില്ല. പിന്നെയാണെങ്കിൽ ഞാനൊന്ന് നടന്നേ ഉള്ളു. അപ്പോഴേക്കും നമ്മൾ ആദ്യം ഡാമേജ് കൊടുത്ത് വിട്ട എനിമിയാണെങ്കിൽ നമ്മളടിച്ച് ഫിനിഷ് ചെയ്തു കേട്ടോ. അതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളടിച്ച് ഫിനിഷ് ചെയ്തു കേട്ടോ. നമുക്കൊന്ന് ഗ്ലൂ വാളിടാൻ പോലും ഗ്ലൂ വാൾ ഇട്ട് എന്നാലും റോങ് പൊസിഷനായി നമ്മളിട്ടത്. നമ്മളേതായാലും ഓട്ടോ റിവൈവ് കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ റിവൈവ് ആയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ പോകുന്നത് ഈ ബോക്സിംഗ് ജിമ്മില്ലേ, ഇങ്ങോട്ടാണ്. സ്കാനറിലാണ് ഒരു എനിമിനെ കാണിക്കുന്നുണ്ട്. അവനേതായാലും ഇങ്ങോട്ട് വരാൻ സാധ്യതയൊന്നുമില്ല, അത് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇവിടെയാണ് ഗ്ലൂ വാളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നത്. മിക്കവാറും ഫൈറ്റ് കളഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു. പിന്നെ ഈ പെട്ടിയിൽ നിന്നാണെങ്കിൽ നമുക്കാണെങ്കിൽ സ്കാനറും പിന്നെ വെസ്റ്റൊക്കെ കിട്ടി. പിന്നെ AC-18 കിട്ടി. പിന്നെ ഒരു P90 കിട്ടി കേട്ടോ. പിന്നെ നമ്മളാണെങ്കിൽ സ്കാനറും കാര്യങ്ങളൊക്കെ നൈസായിട്ട് ചെയ്തു വിട്ട്. അപ്പോൾ നമ്മളാ ഫ്രണ്ടിലും ബാക്കിലും അങ്ങനെ എനിമി വന്നിട്ടോ. നമ്മളിപ്പോൾ ഡ്രോൺ വന്ന് നമുക്ക് കുറച്ച് ഡാമേജ് വന്നു കേട്ടോ. 25 ഡാമേജ് വന്നു ഡ്രോൺ വന്ന്. അപ്പം തന്നെ മനസ്സിലായി ഒരു എനിമി എന്നെ കൊല്ലാൻ വേണ്ടി വരുന്നുണ്ടെന്ന്. ആ ടൈം നോക്കി തന്നെ നമുക്ക് നെറ്റും കൂടെ പോയിട്ടോ. പെട്ടെന്ന് തന്നെ നെറ്റ് വന്ന്
പിന്നെ നമ്മൾ സ്കാനറിൽ കണ്ട എനിമീനെ സ്കോപ്പ് ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോഴേക്കാണ് വേറൊരുത്തൻ നമ്മളെ ഹില്ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഇപ്പോൾ 3 എനിമീസ് എന്നെ കൊല്ലാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ഇപ്പം നേർക്കുവരെയുള്ള എനിമീനെ നോക്കിയിട്ടാണെന്ന് കാണുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മളാണെങ്കിൽ ആ ഹില്ലിസ്റ്റിൻ്റെ എനിമീനെ നമുക്ക് കൊല്ലാമെന്നും പറഞ്ഞ് നേരെ പൂക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ചാകട്ടെ എന്നും പറഞ്ഞാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് ആ ഹില്ലിസ്റ്റിനെയും കാണാനില്ല. ഹില്ലിസ്റ്റാണെങ്കിൽ ഇപ്പോൾ എനിക്ക് കുറച്ച് ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഹീലിംഗ് കാര്യങ്ങളൊക്കെ അടിച്ച് നിൽക്കുക കേട്ടോ. അവനാണെങ്കിൽ ഇച്ചിരി പൊട്ടരാന്ന് തോന്നുന്നു. സ്കൈലറൊക്കെ ഇങ്ങോട്ട് ഇടാനുള്ളതിന് അവൻ്റെ അവിടെ തന്നെ ഇട്ട് വെക്കുന്നു. കുഴപ്പമില്ലാത്ത പ്ലെയറാന്ന് തോന്നുന്നു. അടുത്തെന്നാലേ മനസ്സിലാകത്തുള്ളല്ലോ. അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അവനാണെങ്കിൽ ആ പാറയുടെ പുറകിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് അനങ്ങുന്നില്ല. നല്ലൊരു പ്ലെയറാന്ന് തോന്നുന്നു. മറ്റേ റാങ്ക് പുഷിങ് പ്ലെയറാന്ന് തോന്നുന്നു. അവിടുന്ന് അനങ്ങുന്നില്ല. നമ്മളാണ് വെയിറ്റ് ചെയ്തിരിക്കുവാണ് അവൻ അവിടുന്ന് അനങ്ങാൻ വേണ്ടി. നമുക്ക് കുറച്ച് ഡാമേജെങ്കിലും കൊടുത്തു വിടാമല്ലോ. അവിടുന്ന് അപ്പോൾ അവനാണ് അനങ്ങുന്നില്ല. ഇപ്പോഴാണ് ഓടിപ്പോകും. നമ്മൾ ഇവിടുന്ന് പോയിക്കുമെന്ന് വിചാരിച്ച് ഓടിപ്പോകുന്നുണ്ടായിരുന്നു. നമ്മളാണ് നല്ലൊരു ഡാമേജ് തന്നെ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഏതായാലും അവൻ്റെ ലൈഫ് തുമ്പത്തായിട്ടുണ്ട്. അവൻ മെഡിക്കറ്റ് അടിച്ച് വയ്ക്കും. നമ്മൾ ആ സമയം കൊണ്ട് നമ്മൾ റഷ് ചെയ്ത് കയറിച്ചല്ലോ കേട്ടോ. അവൻ ഗ്ലൂ ഇട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ റഷ് ചെയ്ത് കയറിച്ചല്ലോ ആണ്. നമ്മുടെ സൈഡിലാണ് വേറെ 2 എനിമീസ് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുവാണ്. നമ്മളവന്മാരെ മൈൻഡൊന്നും ചെയ്തില്ല. അപ്പോൾ ഇവരാണ് ഇപ്പം എൻ്റെ നേർക്കുള്ള എനിമിയാണെങ്കിൽ പാറ കണ്ട് അവിടെ പോയി പെട്ടെന്ന് വിളിക്കും. അപ്പം എന്താ പറയുക, നമ്മളവിടെ ഫ്ലാഷ് ബ്രൈസൊക്കെ എറിഞ്ഞ് നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തു കേട്ടോ. ഇവരാണെങ്കിൽ ബോംബ് എങ്ങോട്ടൊക്കെയൊക്കെ എറിയുന്ന ഫ്ലാഷ് ബ്രൈസറിനോട് അവന് നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളാണ് ഇപ്പം ചെയ്യുന്ന മെത്തേഡ് അത് നോക്കി വെച്ചു കേട്ടോ. നമ്മൾ അവനെ കൺഫ്യൂഷൻ ആക്കി നല്ലൊരു പാനിക് ആക്കി നോക്കി വെച്ചു കേട്ടോ. കണ്ടാ, അവനാണ് കൺഫ്യൂഷനായി. ഞാൻ എവിടുന്ന വരുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. നല്ലൊരു പ്ലെയർ തന്നെയായിരുന്നു അവൻ. എനിക്ക് അത്രയും ചെറിയ സമയത്തിനുള്ളിൽ അത്ര ഡാമേജ് വരുന്നത് നല്ലൊരു പ്ലെയർ തന്നെയായിരുന്നു. ഇവിടെയാണ് N4 ലെവൽ 3 ഉണ്ടായിരുന്നു, 3 ചിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം എടുത്തിട്ട് പിന്നെ കളഞ്ഞു കേട്ടോ. നമ്മളതിലാണെങ്കിൽ ഇപ്പോൾ C18 ഉണ്ടല്ലേ, C18 ഇപ്പോൾ കുഴപ്പമില്ലാത്ത പവറുണ്ട്. പിന്നെ ആണെങ്കിൽ ഇവിടെ ഒരു എനിമിയാണെങ്കിൽ പുറത്തിറങ്ങി വന്നു കേട്ടോ. നമ്മളൊന്നും നോക്കിയില്ല, C18 നല്ലൊരു വണ്ടാപ്പ് കൊടുത്ത് അവനെ കൂടെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ടോട്ടൽ മൊത്തം 2 കില്ലായിട്ടുണ്ട്. 14 അലൈവ് ആയിട്ടുണ്ട്, 2 കില്ലും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇവൻ്റെ നിറച്ച് ലൂട്ടുണ്ടായിരുന്നു. പക്ഷെ എടുക്കാൻ സ്ഥലമില്ലായിരുന്നു. നിറച്ച് ലൂട്ടുണ്ടായിരുന്നു ഇവൻ്റെ കയ്യിൽ. അപ്പോൾ നമ്മളാണ് ഇവിടെ ഒരു മൈനും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ട് നമ്മൾ നൈസായിട്ട് പോവുകയാണ്. എങ്ങാനും മറ്റേതൊക്കെ നമ്മളെ ആദ്യത്തെ മാച്ച് പോലെ മൈനിൽ പോട്ട് ആരെങ്കിലൊക്കെ കില്ല് കിട്ടിയാലോ. ഇപ്പം നമുക്ക് ഏതായാലും ടോട്ടൽ 2 കില്ലുണ്ട്, 12 അലൈവ് ഉണ്ട് കേട്ടോ. ഒരു മോട്ടോർ ട്രക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സോൺ വരുന്നതുകൊണ്ട് നമ്മൾ ഏതായാലും സേഫ് സോണിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ മോട്ടോർ ട്രക്ക് വന്നു കേട്ടോ. നമ്മളേതായാലും ഇനി സേഫ് സോണിലോട്ട് കയറിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോഴാണെങ്കിൽ 11 അലൈവ് ആയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ടോക്കണും കാര്യങ്ങളൊക്കെ പോകുന്നതോടെ നൈസായിട്ട് എടുക്കുക കേട്ടോ. എടുത്തിട്ട് കാര്യമില്ല. ഇപ്പം ഏതായാലും ടോപ്പ് 10 ആയിട്ടുണ്ട്. ഇപ്പോൾ 9 അലൈവ് ആയിട്ടുണ്ട് കേട്ടോ. 9 അലൈവ് വിത്ത് 2 കില്ല്. അപ്പോൾ നമുക്ക് ഈ കളി ബുയ അടിക്കണമെന്ന് നല്ല രീതിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ കുറേ വട്ടം ചാകാൻ പോയി. അപ്പോൾ ഒരു വാശിക്ക് കളിച്ചാൽ പെട്ടെന്ന് അടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയിട്ടാണ് ഒരുത്തനെ പോലും കാണുന്നില്ല. എനിക്കാണെങ്കിൽ കില്ലെടുക്കാഞ്ഞിട്ട് എന്തോ കയ്യൊക്കെ തരിക്കുന്ന പോലെ. കില്ലെടുക്കണമെന്നുള്ള ഒരു വിചാരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയിട്ട് എനിമീനൊന്നും ഒരു പൊടി പോലും കാണുന്നില്ല. ഇവിടെയാണ് ഒരു റിപ്പയർ കിറ്റ് ഉണ്ടായത്. പിന്നെ അത് കണ്ടപ്പോൾ അതെടുക്കാൻ തോന്നി. പിന്നെ നമ്മൾ വണ്ടി എടുത്ത് പിന്നെ കറങ്ങാൻ ഇറങ്ങി കേട്ടോ. ചുമ്മാ ഇങ്ങനെ ഓടിച്ച് നടക്കുവാണ്. ഒരുത്തനെ പോലും കാണുന്നില്ല കേട്ടോ. എല്ലാവരെയൊക്കെ എവിടെയൊക്കെ പോയിരിക്കുന്നതെന്ന് അറിയാത്തത്. ഒരുത്തനെ പോലും കാണുന്നില്ല. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ വീടിൻ്റെ അവിടെ ഒന്നും ഒരുത്തൻ പോലും ഇല്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നപ്പോഴാണെങ്കിൽ ഒരു കാറ് ഓടിച്ച് തോണ്ട പുറത്തുനിന്ന് ഒരുത്തൻ വന്നായിരുന്നു. അങ്ങനെ എനിമീനെ കാണാത്ത വിഷമി അവൻ്റെ കാറിനിട്ട് ഒരടിയും കൊടുത്തായിരുന്നു. അപ്പോഴേക്കും ഒരു മോൺസ്റ്റർ ട്രക്ക് കയറി വന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു കാറായി, ഒരു മോൺസ്റ്റർ ട്രക്കായി. ഇപ്പോൾ 2 എനിമീസിനെ അങ്ങനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവന്മാരാണ് ഇപ്പോൾ ചാടി ഇറങ്ങി ഇപ്പോൾ ഫൈറ്റ് എടുത്തു കേട്ടോ അവന്മാർ. അപ്പം ഞാനും ചാടി ഇറങ്ങി തേർഡ് പാർട്ടി ചെയ്ത്. അപ്പോൾ ഈ ഒരു എനിമീനെ നമ്മൾ തേർഡ് പാർട്ടി ചെയ്ത് കൊന്നു കേട്ടോ. പിന്നെ ആദ്യത്തെ എനിമി ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരുന്നത്. പക്ഷേ അവൻ ഫസ്റ്റും ചത്തായിരുന്നു കേട്ടോ. നമ്മൾ തേർഡ് പാർട്ടി ചെയ്ത് ലാസ്റ്റ് എനിമീനാണ് കൊന്നത്. ഡാമേജ് കിട്ടിയ എനിമീനാണ് നമ്മൾ കയറി കൊന്നത്. അപ്പോൾ ഇതുപോലെ തേർഡ് പാർട്ടി കയറുമ്പോൾ നമുക്കാണെങ്കിലും ദേഷ്യം വരും. പക്ഷെ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താ അറിയത്തില്ല. ഇവിടെ ആണെങ്കിൽ ഒരു മോട്ടോർ ട്രക്ക് ചുമ്മാ കൊണ്ട് ഇടിച്ചിട്ടിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഒരു മോട്ടോർ ട്രക്ക് കിട്ടി കേട്ടോ. ഇവിടെ നമ്മളൊരു മൈൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ വെക്കുന്നതാണ്. കയറട്ടെ, മനസ്സിലായത്. നമ്മളെ വീണ്ടും അങ്ങനെ മോട്ടോർ ട്രക്ക് എടുത്ത് കറങ്ങാൻ ഇറങ്ങുവാണ്. ഇപ്പോൾ അലൈവ് 4 അലൈവും 3 കില്ലും എനിക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബുയ അടിക്കാനുള്ള സാധ്യത ഇനിയും കാണുന്നുണ്ട്.
ഞാനിങ്ങനെ മോൺസ്റ്റർ ട്രക്ക് എടുത്തോണ്ട് ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കുക കേട്ടോ. അപ്പോൾ എന്തിനാന്നും അറിയത്തില്ല, ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കുവാണ്. ഈ ഒരു ഭാഗത്ത് വന്നപ്പോഴാണ് ഇവിടെ ഒരു എനിമീനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ അകത്ത് ഒരു എനിമീനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുവാണ്, ഈ വീടല്ല അപ്പുറത്തെ വീട്ടിൽ ഒരു എനിമി ഉണ്ട് കേട്ടോ. നമ്മളാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ മുകളിൽ ചാടി ചാടി കയറി. ഇപ്പുറത്ത് ഞാനേ ലെഫ്റ്റ് സൈഡിലാണ് എനിമി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരുത്തൻ ഡ്രോപ്പ് സുഖമായിട്ട് അങ്ങോട്ട് ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ചാർജ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ചാർജിങ് ഡ്രോപ്പില്ലേ, അത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമുക്കാണെങ്കിൽ അവൻ്റെ തലേന്നും കിട്ടിയില്ല, തല കിട്ടിയെന്നേ പൊട്ടിക്കായിരുന്നു. അവനേതായാലും സോൺ വരുന്നോണ്ടേ സേഫ് സോണിലോട്ട് കയറും. അപ്പോൾ ഏതായാലും നമുക്ക് നല്ല ഡാമേജ് തന്നെ കൊടുക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പം അതേ അവൻ സേഫ് സോണിലോട്ട് കയറാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുവാണ്. നമ്മളൊരു 89 പിന്നെ ഒരു 61 ഡാമേജ് കൊടുത്തിട്ടുണ്ട്. ഏതായാലും അവൻ്റെ ലൈഫ് തുമ്പത്തായിട്ടുണ്ട്. നമ്മൾ വീണ്ടും മോൺസ്റ്റർ ട്രക്ക് എടുത്ത് ചുമ്മാ കറങ്ങാൻ ഇറങ്ങും കേട്ടോ. നമുക്കിതല്ലേ പണിയുള്ളൂ. പിന്നെ റാങ്ക് പുഷിങ്ങിനൊക്കെ ഇറങ്ങുന്നവർ ഈ വണ്ടി എടുത്ത് കറങ്ങി കിടക്കാൻ നോക്കുക കേട്ടോ. ലാസ്റ്റ് സോണിൽ നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ ബുയി എടുക്കാം. ഇവിടെ ആണെങ്കിൽ 2 എനിമീസ് ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ ചാടി ഇറങ്ങിയിട്ട് ഒരു ഫ്ലാഷ് ബ്രേസും കാര്യങ്ങളൊക്കെ ചുമ്മാ എടുത്ത് എറിഞ്ഞു കിട്ടും. വല്ലോ കില്ല് കിട്ടട്ടെ, വല്ലോ 20 ഡാമേജിന് 60 ഡാമേജിനുള്ള കില്ല് കിട്ടിയാലോ. അവിടെയാണെങ്കിൽ ഒരു എനിമി ഹീൽ അടിച്ചുകൊണ്ട് ഇപ്പുണ്ടായിരുന്നു. എനിക്ക് വേണമെങ്കിൽ കയർച്ചെന്ന് കൊല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഈ കളി ബുയി അടിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്ര മണ്ടത്തരം കാണിച്ച് കത്താല. ഏതായാലും എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരുത്തനുണ്ട്. പിന്നെ ഈ വേലിയുടെ അപ്പുറത്ത് ഒരു എനിമിയുണ്ട്. ഏതായാലും സോൺ എൻ്റെ പുറകിലോട്ടോ കേട്ടോ സോൺ. അതുകൊണ്ട് എനിക്ക് പേടിക്കട്ടെ. ഞാൻ ഏതായാലും ഒരു മോൺസ്റ്റർ ട്രക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ മോൺസ്റ്റർ ട്രക്ക് ഇച്ചിരി പൊട്ടാറായങ്ങാണ്ടാന്ന് തോന്നുന്നു. ഇപ്പം ഏതായാലും 3 അലൈവും 3 കില്ലും എനിക്ക്. അപ്പോൾ 3 അലൈവില്ലേ, 2 കില്ലും കൂടെ എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഞാനങ്ങനെ പുതിയതായിട്ട് വന്ന ആ മോൺസ്റ്റർ ട്രക്ക് ഇങ്ങനെ ഓടിച്ച് കളിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഓടിച്ച് കളിക്കുക, അത്ര തന്നെ. ഞാൻ പറഞ്ഞില്ലേ ഈ വീട്ടിലൊരു എനിമി ഉണ്ടെന്ന്. അവനാണ് ഇപ്പോഴും പുറത്തിറങ്ങിയിട്ടില്ല കേട്ടോ. അവൻ അവിടെ തന്നെ ഇരിക്കുക. പിന്നെ ഈ അറ്റത്തുള്ള എനിമീനാണെങ്കിൽ നമ്മൾ പാനിക്കാക്കാൻ വേണ്ടി ചുമ്മാ വന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടാണ് അമ്മമാരിങ്ങനെ നോക്കിയിരിക്കുവാണ്. എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു എനിമി ഉണ്ട് കേട്ടോ. അവിടെ ഒരു എനിമി ഉണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് എടുത്ത് നമ്മുടെ ഫ്ലാഷ് പ്രൈസില്ലേ, അത് എറിയണ വേണ്ടാന്ന് വിചാരിച്ച് ലാസ്റ്റ് അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നാണെങ്കിൽ നമുക്ക് ഡാമേജ് കിട്ടില്ല, ഒന്നും കിട്ടിയില്ല. പിന്നെ എന്താക്കുക, നമ്മൾ അവനെ നമ്മളെ നെയ്ഡ് അറിയുന്ന ചുമ്മാ പാനിക്കാക്കാൻ നമ്മൾ അവനെ ഡാമേജ് കൊടുക്കണമെന്ന് വിചാരിച്ചല്ല. നല്ല രീതിയിൽ തന്നെ അവൻ പാനിക്കാവും. അകത്തിരുന്ന് ഇപ്പോൾ അവൻ ഹീലടിക്കുക കേട്ടോ. നമുക്ക് മറ്റേ ഒരു പെറ്റില്ലേ ഡ്രാഗൻ്റെ, ആ പെറ്റ് കാരണം നമുക്ക് കാണാൻ പറ്റും. നമ്മളേതായാലും നമ്മൾ നല്ല ഒരു പ്രൊഫഷണലായിട്ട് തന്നെ ആ വണ്ടി ഓടിച്ചത്. ആ ഗ്ലൂവാളി മുട്ടല്ലേന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ വണ്ടി എടുത്തത്. എൻ്റെ വണ്ടി ഇച്ചിരി പൊട്ടാറായ അവസ്ഥയിലാണ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയുടെ ഡാം അടിച്ചിട്ടുണ്ട് വണ്ടിക്ക്. അപ്പോൾ അതിനും കൂടെ മുട്ടിച്ച വണ്ടി പെട്ടെന്ന് സ്റ്റക്കാവും. അവന്മാർ രണ്ടും കൂടെ എന്നെ ഫിനിഷ് ചെയ്യും, മനസ്സിലായോ? അല്ലെ തേർഡ് പാർട്ടി കയറി എന്നെ ഫിനിഷ് ചെയ്യും. എൻ്റെ ഫ്രണ്ടിൽ ഏതായാലും ആ ഡ്രോപ്പിൻ്റെ അവിടെ ഒരു എനിമി ഉണ്ട്. ഇപ്പോൾ ഏതായാലും അവൻ ചത്തു കേട്ടോ. ഇപ്പോൾ ഏതായാലും 1v1 സിറ്റുവേഷൻ ആയിട്ടുണ്ട്. 1v1 സിറ്റുവേഷനാണ് ഞാൻ ഇറങ്ങിയത്. എന്നെ ഏതായാലും ടീമപ്പ് ആക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ടീമപ്പ് ആക്കാൻ വഴയും കൊടുക്കത്തില്ല കേട്ടോ. ഏതായാലും എന്നെ ടീമപ്പ് ആക്കിയിട്ട് കുറേ എനിമീസ് കൊന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇവനും കൊന്നാല. എനിക്ക് ഏതായാലും ഈ കളി ബുയ വേണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ കുറേ ഗ്ലൂ ഇട്ടേ കളിക്കത്തുള്ളൂ ആ ലാസ്റ്റ് എനിമീനെ. അവനാണെങ്കിൽ എൻ്റെ മോട്ടോർ ട്രക്കിൽ വലിഞ്ഞ് കയറി. ഞാനാണ് സോളിലോട്ട് കൊണ്ടുപോകുന്നവരെ കാണിച്ച്. സോളിലോട്ട് കൊണ്ടുപോകുന്നവരെ കാണിക്കും. അവനാണെങ്കിൽ പരമാവധി എൻ്റെ വണ്ടി അടിച്ച് പൊട്ടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. വണ്ടി അടിച്ച് പൊട്ടിച്ചിട്ടേ ഇറങ്ങത്തുള്ളൂ, അല്ലാതെ ഇറങ്ങത്തൊന്നുമില്ലേ. അവനേതായാലും വെറു പിടിച്ച് കിടക്കുന്ന അരിമയാന്ന് തോന്നുന്നു. നമ്മളേതായാലും വണ്ടി പൊട്ടുമെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ ചാടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. അവനേതായാലും പ്രാത് പിടിക്കുന്നുണ്ടാവും. നമ്മളെ വണ്ടിയിൽ നിന്ന് ഇറങ്ങും വണ്ടി കയറും. എന്താ അല്ലേ, നമ്മളേതായാലും ഇപ്പം ലാസ്റ്റ് നല്ല കുഞ്ഞു സോൺ വന്നിട്ടുണ്ട്. അവനാണെങ്കിൽ ഫ്ലാഷ് ബ്രൈസൊക്കെ എടുത്തെറിയുവാന്ന്. അവൻ ഇപ്പുറത്ത് വരും എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് ബ്രൈസ് എറിഞ്ഞ്, പക്ഷെ അതവന് കൊണ്ടില്ല. പിന്നെയാണെങ്കിൽ അവന് ഇപ്പോൾ ഒരു മണ്ടത്തിനെ കാണിക്കൂട്ടെ. എന്തിനാണ് കാണിച്ചതെന്ന് അറിയത്തില്ല. ഞാൻ ആദ്യം കുറച്ച് ഡാമേജ് എടുത്ത് ഗ്ലൂ ഇട്ട്, പിന്നെ അവൻ കയറി വന്നപ്പോഴേക്കും നമ്മൾ ഡ്രാഗ് ചെയ്ത് അവനെയും കൂടെ ഫിനിഷ് ചെയ്ത് ഈ കളി നമ്മൾ ബുയി അടിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മളെ ആഗ്രഹം കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച് അടിച്ച ബുയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ ഹീറോയ്ക്ക് 4 സ്റ്റാറിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ഹീറോയ്ക്ക് 5 സ്റ്റാറിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. 39+ വിത്ത് 4 കില്ല്, ബുയ പ്ലസ് 4 കില്ല് കേട്ടോ. നമ്മൾ ഈ കളി ബുയ എടുത്തിട്ടുണ്ട്, 4 കില്ല് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.